പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 4-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമുക്കേവർക്കും ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായം 6-ാം വാക്യം. 1 സാമുവേൽ ചാപ്റ്റർ 30 വേഴ്സ് 6 നാം ഇപ്രകാരം വായിക്കുന്നു: ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയുമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദും കൂടെയുള്ള ആളുകളും സിക്ലാഗിൽ 3-ാം ദിനം മടങ്ങിയെത്തി. പക്ഷേ അവർ മടങ്ങിയെത്തിയപ്പോൾ കണ്ട കാഴ്ച, അമാലേക്യർ സിക്ലാഗിനെ പിടിച്ചടക്കി തീ വെച്ച് നശിപ്പിച്ചു. മാത്രമല്ല, ഇവരുടെ ഭാര്യമാരെയും കുട്ടികളെയും കൊല്ലാതെ പിടിച്ചുകൊണ്ടുപോയി. പ്രത്യേകിച്ച് ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ കൊണ്ടുപോയി. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർക്ക് ബലമില്ലാതാകുവോളം അവർ കരഞ്ഞു. ആകമാനം വിഷമത്തിലായി. തങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കുറിച്ചുള്ള ചിന്ത അവരെ അലട്ടി. ദാവീദ് മൊത്തത്തിൽ കഷ്ടത്തിലായി. ദാവീദിനെതിരെ ആളുകൾ തിരിയുവാൻ തുടങ്ങി. ഉള്ളിൽ ആൾക്കാർ ദാവീദിനെതിരെ ചിന്തിക്കുവാൻ തുടങ്ങി. പക്ഷേ ഈ സാഹചര്യത്തിൽ ദാവീദ് ആകമാനം കഷ്ടത്തിലായി. കൂടെയുള്ളവരുടെ കുടുംബാംഗങ്ങൾ അമാലേക്കരുടെ കയ്യിലായി. ദാവീദിന്റെ ഭാര്യമാരും പിടിക്കപ്പെട്ടു. ആകമാനം തകർച്ചയുടെ വക്കിലായി. എന്നാൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഈ ജൂൺ മാസം 4-ാം തീയതി ബുധനാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, ദാവീദ് നൂറ്റാണ്ടുകൾക്ക് പുറകിൽ കടന്നുപോയ ഇതുപോലെയുള്ള ജീവിതത്തിന്റെ മറ്റൊരവസ്ഥയായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ആകമാനം കഷ്ടത്തിലാണ്, പ്രയാസത്തിലാണ്, മനപ്രയാസത്തിലാണ്. കൂടെയുള്ളവർ നമ്മെ വല്ലാതെ ദ്രോഹിക്കുന്നു, നമ്മളെ തകർക്കുന്നു. കൂടെ നിന്ന് കാലെ ചവിട്ടി ഇരുട്ടിലേക്ക് തള്ളിയിടുന്നു. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ. അതിലുമുപരിയായി വല്ലാത്ത മാനസിക കുടുംബ പശ്ചാത്തല സാഹചര്യങ്ങൾ. ഈ അവസ്ഥയിൽ നാം എന്തു ചെയ്യും? ധൈര്യം ചോർന്നു പോകും, പ്രാർത്ഥന നിന്നു പോകും, ആരാധന മുടങ്ങിപ്പോകും, നമ്മുടെ പ്രത്യാശയും ആശയുമൊക്കെ പോയി പോകും. ആകമാനം ക്ഷീണിച്ച് മന്ദീഭവിച്ച് നിരാശയിലാകിപ്പോകും. അങ്ങനെ വേദനയോടെ സങ്കടത്തോടെ ഈ പ്രഭാതത്തിൽ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒരുപക്ഷെ സാമ്പത്തിക കടബാധ്യത, കുടുംബത്തിന്റെ ചില വേദനകൾ,
കുഞ്ഞുങ്ങളുടെ ചില വിഷയങ്ങൾ, ചില ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, ജോലിയിൽ നേരിടുന്ന പ്രതിസന്ധികൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ചില മിമ്മോയുടെ അവസരത്തിലുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ നിരവധി അനവധി പ്രതികൂലത്താൽ ഭാരപ്പെട്ട് ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ വിദൂരത്തായിരിക്കുന്ന മക്കൾ ചില പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിസ സംബന്ധമായി, അവരുടെ നിലനിൽപ്പിന്റെ വിഷയങ്ങൾ, ജയ പരാജയങ്ങളുടെ പ്രശ്നങ്ങൾ, പുതിയ അഡ്മിഷൻ സംബന്ധിച്ചുള്ള ചില സാങ്കേതിക കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിഷയത്തിൽ സങ്കടപ്പെട്ട് ആകമാനം ഭാരപ്പെടുന്നവരാണോ എന്നിൽ കേൾക്കുന്നവരിൽ ചിലരെങ്കിലും? സഹോദരങ്ങളെ, ദാവീദിന്റെ അതേ മാതൃക നമുക്ക് പിന്തുടരാം. എന്തെല്ലാം സാഹചര്യങ്ങൾ നമ്മെ വല്ലാതെ ഞെരുക്കിയാലും, നമ്മെ പിഴുതെറിയുവാൻ ശ്രമിച്ചാലും, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, ഇവയൊക്കെയായിട്ടും ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് പകൽ ധൈര്യത്തോടെ, ബലത്തോടെ, ദൈവകൃപയോടെ മുന്നേറുക. ഇന്ന് നിങ്ങൾ ചില ആളുകളെ കാണുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായി ചില സന്ധി സംഭാഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. ഉള്ളിൽ ആശങ്കയുണ്ട്. എങ്ങനെ ആയിത്തീരും? എന്തായിരിക്കും ഈ ചർച്ചയുടെ അവസാനം? ഇന്നത്തെ യാത്ര സഫലമാകുമോ? ഇങ്ങനെയുള്ള ആശങ്കയോടെ ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ധൈര്യപ്പെടുക. കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിന്ദകളും പഴികളും ദുഷികളും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ദൈവത്തിൽ ശരണപ്പെടുക, ദൈവത്തിൽ ധൈര്യപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുക, മുൻപോട്ട് പോവുക. അങ്ങനെ ഇന്ന് ജീവജലം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളും, ഓരോ കുടുംബങ്ങളും, നിങ്ങൾ ഏത് ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവർ ആണെങ്കിലും, നിങ്ങളുടെ വിഷമതകളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ദൈവകരങ്ങൾ സമർപ്പിച്ച് ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെട്ടതുപോലെ ഇന്ന് പകൽ ഈ വചനം ആവർത്തിച്ചു വായിച്ച് ആത്മാവിൽ ധൈര്യപ്പെട്ട് വചനത്തിൽ ഉറച്ച് പ്രാർത്ഥനയോടെ ഇറങ്ങിത്തിരിക്കുക. നിങ്ങളുടെ ഗമന ആഗമനങ്ങളെ തമ്പുരാൻ പരിപാലിക്കട്ടെ. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും നിറവിന്റെയും ദിനമായി പോകുന്നതിലും അധികം അനുഗ്രഹത്തോടെ നന്മയോടെ ഭവനത്തിൽ മടങ്ങിയെത്തി തമ്പുരാന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന ധന്യദിനമായി തീരട്ടെ. അങ്ങനെ ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെട്ട് ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ എല്ലാ നിലയിലും കഷ്ടതയിലും പ്രയാസത്തിലും നഷ്ടത്തിലുമായപ്പോൾ കൂടെ നിന്നവർ ദാവീദിനെ കല്ലെറിയുവാനുള്ളിൽ വിചാരിച്ചപ്പോൾ, ഒറ്റപ്പെടുത്തുവാൻ പദ്ധതിയിട്ടപ്പോൾ അവയിലൊന്നും തളർന്നു പോകാതെ ദൈവത്തിൽ ധൈര്യപ്പെട്ട വളരെ ശക്തമായ സന്ദേശം ഇന്ന് ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയല്ലോ. അപ്പ ഞങ്ങൾ ഇന്ന് തകർന്നിരിക്കുന്നവരാണ്, കഷ്ടത്തിലിരിക്കുന്നവരാണ്, ഒറ്റപ്പെട്ടവരാണ്, നിരാശയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെ, നന്മയുടെ, സന്തോഷത്തിന്റെ ദിനമാക്കണം. എല്ലാവിധ അനുഗ്രഹങ്ങളാലും ദൈവകൃപകളാലും ഞങ്ങളെ പൊതിയണം. സ്വർഗീയ നന്മകളാൽ ഞങ്ങളെ നിറച്ച് കൃപയോടെ നടത്തണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ദാവീദിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു.
നമ്മുടെ ഏതുവിധ കഷ്ടതയോ പ്രശ്നമോ ഭാരമോ നിരാശയോ അതൊക്കെ മാറ്റിവെക്കുക. തമ്പുരാനിൽ ധൈര്യപ്പെടുക, ആശ്രയിക്കുക. ഇന്നത്തെ ദിനം ഏറ്റവും അനുഗ്രഹപ്രദമാവട്ടെ. നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ സന്ധി സംഭാഷണങ്ങൾ, നിങ്ങളുടെ ഇടപാടുകൾ, നിങ്ങളുടെ സമസ്ത മേഖലകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ എല്ലാ നിലകളിലും തമ്പുരാന്റെ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെ മേലും ഉണ്ടായി ദൈവകൃപയോടെ നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.